ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ചെയർപേഴ്സൺ സ്ഥാനത്തുനിന്ന് വസുന്ധര തന്നെ ഐശ്വര്യയെ ഒഴിവാക്കിയിരിക്കുകയാണ്. പകരം വസുന്ധര തന്നെ ശ്യാമയെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ ഐശ്വര്യ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മായയെ കണ്ടുമുട്ടുകയാണ്. തുടർന്ന് മായയുടെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഐശ്വര്യ പറയുന്നു. ശ്യാമയും വസുന്ധരയും തമ്മിൽ സ്നേഹത്തിലായെന്ന് കേൾക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മായ. പിന്നീട് കാണിക്കുന്നത് മായ ഐശ്വര്യം കൊണ്ട് ഒരു സിദ്ധന്റെ അടുത്തേക്ക് പോകുന്നതാണ്. തുടർന്ന് മായയും ഐശ്വര്യം ചേർന്ന് ശ്യാമയും വസുന്ധരയും തകർക്കാനുള്ള കാര്യങ്ങളെല്ലാം സിദ്ധനോട് പറയുകയാണ്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സിദ്ധൻ പറയുകയാണ്, കിട്ടി, നിങ്ങൾ പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ആ ജ്യോത്സ്യൻ തന്റെ ശിഷ്യനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്, അകത്തു പോയി ആ ദിവ്യ ഔഷധം ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വാ. ഇത് കേൾക്കുന്ന ശിഷ്യൻ അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യയും മായയും പരിഭ്രാന്തിയോടെ ഇരിക്കുകയാണ്. സ്വാമി, ഗർഭം കലങ്ങുമല്ലോ അല്ലേ എന്ന് മായ ചോദിക്കുമ്പോൾ ആ സിദ്ധം പറയുകയാണ്, ഞാൻ ഇത്രയും നാള് പൂജിച്ച് സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ ദിവ്യ ഔഷധം അകത്തേക്ക് ചെന്നാലേ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കും. ഇത് കേൾക്കുന്ന ഐശ്വര്യയും മായയും സന്തോഷത്തോടെ ആ സിദ്ധനെ നോക്കുകയാണ്. ശ്യാമയുടെ ഗർഭം കലക്കാനായി ഒന്നിച്ചിരിക്കുകയാണ് ഐശ്വര്യയും മായയും. ഐശ്വര്യയുടെയും മായയുടെയും പദ്ധതികൾ വിജയിക്കുമോ, അതോ കണ്ണൻ അതെല്ലാം തകർത്തെറിയുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.